ഡ്രൈവ് ആൻഡ് ഫുഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പായസമാണ്. അതിനായിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള പൈനാപ്പിൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് തൊലിയെല്ലാം കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റി ഒരു 4-5 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, കാരണം പൈനാപ്പിളിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങിക്കോളും. വേവാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് പായസത്തിലേക്ക് വേണ്ട ചവ്വരി ഒന്ന് റെഡിയാക്കി എടുക്കാം. ചവ്വരി എന്ന് ഉദ്ദേശിച്ചത് സാഗോ സീഡാണ്. ഇത് നമുക്ക് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു 10-15 മിനിറ്റോളം നമുക്ക് കുതിർക്കാൻ വയ്ക്കാം. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ പൈനാപ്പിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, പൈനാപ്പിൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. പക്ഷെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ അരിഞ്ഞിട്ട് അതുപോലെ തന്നെ കഷ്ണങ്ങൾ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. ഒന്നും കുഴഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല വേവുള്ള ഫ്രൂട്ടാണ് പൈനാപ്പിൾ. ഇനി നമുക്ക് ഇതിൻ്റെ ജലാംശം എല്ലാം ഒന്ന് വറ്റിക്കാൻ വേണ്ടി പാനിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിനി നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ പറ്റട്ടെ. ഇതിലെ വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റി വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിൽ കിടന്ന് ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ആയിരിക്കും. ഒരുപാട് വേണ്ട, കാരണം നമ്മൾ കിസ്മസും അണ്ടിപ്പരിപ്പൊക്കെ ഇതിനകത്ത് ചേർക്കുമ്പോൾ നമ്മൾ നെയ്യിൽ വഴറ്റി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണ് ഇതുപോലെ കട്ട പോലെ ഇരിക്കുന്നത്. ഒരു ഏകദേശം 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതിയാവും. നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് വേണമെങ്കിൽ പിന്നെ ചേർക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് നല്ലപോലെ മെൽറ്റായി പൈനാപ്പിളിലെല്ലാം നല്ലപോലെ ഒന്ന് പിടിച്ച് വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അതല്ല ഉടയ്ക്കേണ്ട, ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി. പിന്നെ കഷ്ണങ്ങളൊന്നും വേണ്ട, നല്ലപോലെ കൊഴുത്തിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചതിന് ശേഷം ഇതുപോലെ പാനിലിട്ട് വെള്ളമയമൊക്കെ ഒന്ന് കളഞ്ഞ് വഴറ്റിയെടുത്താലും മതിയാവും. ഇതിപ്പോൾ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിനി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാല് തിളപ്പിക്കാൻ വയ്ക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 ലിറ്ററോളം പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചവ്വരി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഒരു 20 മിനിറ്റോളം കുതിർക്കാൻ വെച്ച ചവ്വരിയായിരുന്നു. അത് നല്ലപോലെ കഴുകി അരിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാല് നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. ചവരിയെല്ലാം നല്ലതുപോലെ വെന്തിട്ടുമുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം.
ഞാൻ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ മതിയാവും. മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനത് ചേർത്തുന്നേ ഉള്ളൂ. അത് ചേർക്കാതെ തന്നെയും നമ്മുടെ പാലിപ്പോൾ നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം നമ്മളുടെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാലൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഏകദേശമല്ല, ചവ്വരിയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. പാല് നല്ലപോലെ തിളച്ചതാണ്, നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഈ പാല് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് പൈനാപ്പിൾ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാല് നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഈ പൈനാപ്പിളിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഫുള്ളും ചേർക്കുന്നില്ല, കുറച്ച് നമുക്കൊന്ന് ഗാർണിഷിന് വയ്ക്കാം. നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാഷ്യൂനട്ടും കിസ്മസും ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വറുത്തെടുക്കാം. ഇതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പായസത്തിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കുറച്ച് മാറ്റി വെച്ച പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ഞാനൊന്ന് ഗാർണിഷിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. പൈനാപ്പിൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പായസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയുമായി കാണാം.